കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 4 വർഷം. പ്രകൃതിയും പ്രണയവും ഭക്തിയും നിറഞ്ഞ കവിതകളിലൂടെ ഹൃദയങ്ങൾ തൊട്ട കവയിത്രി. ഒപ്പം സ്ത്രീ പ്രശ്നങ്ങൾ സമൂഹത്തിൽ സജീവ ചർച്ചയുമാക്കി. ഇനി മനസ്സിൽ കവിതയില്ല, മണമില്ല, മധുവില്ല, മധുരമില്ല. ഇനി മനസ്സിൽ പ്രകൃതിക്കും പീഡിത സമൂഹത്തിനും വേണ്ടി ജീവിതാന്ത്യം വരെ നിലകൊണ്ട എഴുത്തുകാരി. കരളലിഞ്ഞു പാടുന്ന ആത്മസങ്കടങ്ങളായിരുന്നു സുഗതകുമാരി കവിതകളുടെ പ്രമേയം. സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടവരല്ല, സ്നേഹത്തിന്റെ നദിയായി ഒഴുകി ഹൃദയങ്ങൾ തൊടേണ്ടവരാണ് കവികളെന്ന് സുഗതകുമാരി തെളിയിച്ചു. ഇവിടെയമ്പാടി തന്നൊരു കോണിലറിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. കൃഷ്ണ, നീ എന്നെ അറിയില്ല. പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി നിരന്തരം കലഹിച്ചു. എഴുത്തിനപ്പുറം സൈലന്റ് വാലി, അട്ടപ്പാടി, ആറന്മുള പ്രക്ഷോഭങ്ങളിൽ സജീവമായി. നിരാലംബരായ സ്ത്രീകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കുമായി നിലകൊള്ളാൻ അഭയ, മാനസിക രോഗികൾക്കായുള്ള പരിചരണ ഇടം എന്നിവയെല്ലാം സ്ഥാപിച്ചു. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന സമയത്ത് നടത്തിയ ഇടപെടലുകൾ സ്ത്രീ സുരക്ഷയെപ്പറ്റിയുള്ള ആശങ്കകൾ പൊതുജന ശ്രദ്ധയിൽ എത്തിച്ചു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി. സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനുമായ ബോധേശ്വരന്റെയും കോളേജ് അധ്യാപികയായ VK കാർത്യായനി അമ്മയുടെയും മകളായി ജനനം. രാത്രിമഴ, പാവം മാനവഹൃദയം, പാതിരാപ്പൂക്കൾ, അമ്പലമണി തുടങ്ങി നിരവധി കൃതികൾ. പത്മശ്രീ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ. സുഗതകുമാരിക്കൊപ്പം നിലച്ചത് സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കാവ്യ നീരുറവകൾ കൂടിയാണ്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. റിസർച്ച് ഡെസ്ക് 24.